കാതികയിലേക്ക് സ്വാഗതം. ഇന്ന് കഥയ്ക്ക് മുന്നേ ഒരു ചോദ്യം. കൂട്ടുകാർ വാസ്കോഡിഗാമയെക്കുറിച്ച് കേട്ട് കാണുമല്ലോ. പോർച്ചുഗീസുകാരനായ വാസ്കോഡിഗാമ കേരളത്തിൽ എവിടെയാണ് വന്നിറങ്ങിയത്? കൂട്ടുകാർക്ക് ഉത്തരം അറിയാമെങ്കിൽ ആലോചിച്ചു വെക്കുക. കഥയ്ക്ക് ശേഷം കാതിക ഉത്തരം പറയുന്നതായിരിക്കും. ഇന്ന് കാതിക പറയുന്ന കഥ വരുമാനം, ഏർണിങ്സ്. കഥ കേൾക്കാം. ഒരു ദിവസം വൈകുന്നേരം ജോലി കഴിഞ്ഞ ഒരാൾ വീട്ടിലേക്ക് എത്തി. അയാൾ പകൽ മുഴുവൻ ഓഫീസിൽ ജോലി ചെയ്ത് തളർന്ന് ക്ഷീണിതനായി ആണ് വന്നത്. വീട്ടിലെത്തിയപ്പോൾ അയാൾക്ക് അയാളുടെ 5 വയസ്സുള്ള മോൻ ഡോറിൽ നിൽക്കുന്നത് കണ്ടു. അച്ഛനെ കണ്ടപ്പോൾ മോൻ ചോദിച്ചു, അച്ഛ എനിക്കൊരു ചോദ്യമുണ്ട്. അച്ഛൻ പറഞ്ഞു, അതിനെന്താ, വേഗം പറ. മകൻ പറഞ്ഞു, അച്ഛന് 1 മണിക്കൂർ എത്രയാ വരുമാനം? അച്ഛൻ ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു, അതറിയാനാണോ നീ ഇത്ര നേരം ഇവിടെ എന്നെ നോക്കിയെന്നത്? അന്ന് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. നീ എന്തിനാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്? മകൻ പറഞ്ഞു, എനിക്ക് അറിയണമെന്നേ ഉള്ളൂ അച്ഛ. ഒന്ന് പറ അച്ഛ, എത്ര അച്ഛന് 1 മണിക്കൂർ കിട്ടുന്ന വരുമാനം? അച്ഛൻ പറഞ്ഞു, നിനക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. എനിക്ക് മണിക്കൂറിന് 200 രൂപ വെച്ച് കിട്ടും. ഓ. മകൻ തല കുനിച്ചു നിന്നു. എന്നിട്ട് അച്ഛനോട് ചോദിച്ചു, അച്ഛ എനിക്ക് ഒരു 100 രൂപ തരാമോ? അച്ഛന് പിന്നെ ദേഷ്യം വന്നു. ഈ പൈസ ചോദിക്കാൻ വേണ്ടിയാണോ നീ എന്നോട് ചോദിച്ചത് എന്റെ വരുമാനം എത്രയാന്ന്? നിനക്ക് നിന്റെ ചെറിയ ടോയ്കളും ആവശ്യമില്ലാത്ത സാധനങ്ങളും മേടിക്കാൻ വേണ്ടിയല്ലേ ഇത്? ഇത്രയും വൈകിയില്ലേ? എന്നിട്ട് നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? പോയി കിടക്ക. ആ കുഞ്ഞുമോൻ ഒന്നും മിണ്ടാതെ തന്റെ മുറിയിൽ ചെന്ന് കിടന്നു. അയാൾ അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ആലോചിച്ചു, ചിലപ്പോൾ എന്റെ മകന് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടിയായിരിക്കും അവൻ ആ 100 രൂപ ചോദിച്ചത്. അല്ലെങ്കിൽ അവൻ വെറുതെ എന്നോട് പൈസ ചോദിക്കാറില്ലല്ലോ. അയാൾക്ക് കുറച്ച് വിഷമം തോന്നി. അയാൾ പയ്യെ മകന്റെ മുറിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ചോദിച്ചു, മോനെ, നീ ഉറങ്ങിയോ? ഇല്ല അച്ഛാ, ഞാൻ ഉറങ്ങിയില്ല, മകൻ പറഞ്ഞു. ഞാൻ ആലോചിക്കായിരുന്നു. നീ ആ പൈസ ചോദിച്ചപ്പോൾ ഞാൻ അനാവശ്യമായി ദേഷ്യപ്പെട്ടു. നിനക്ക് ആ പൈസ ഞാൻ തരാമായിരുന്നു. എന്തിനാന്ന് ചോദിച്ചിട്ട് അപ്പോൾ തന്നെ തരാമായിരുന്നു. ഇന്ന് നീ ചോദിച്ച 100 രൂപ. അത് കണ്ടതും കുട്ടി ചാടി എഴുന്നേറ്റു. സന്തോഷവനായി. ആയ്, താങ്ക് യു അച്ഛ. എന്നിട്ട് അവൻ തലയുടെ അടിയിലേക്ക് ഈ പൈസ വെച്ചു. തലയുടെ അടിയിൽ വേറെയും കുറെ നോട്ടുകൾ ഉണ്ടായിരുന്നു. അച്ഛൻ ആ നോട്ടുകൾ കണ്ടപ്പോൾ പിന്നെയും ദേഷ്യം വന്നു. ഇവൻ ഇത്രയും പൈസ ഉണ്ടായിട്ടാണോ പിന്നെയും എന്നോട് ചോദിച്ചത്? മകൻ അതൊന്നും കുശലാക്കാതെ ആ പൈസ മുഴുവനും എണ്ണിക്കൊണ്ടേയിരുന്നു. സഹികെട്ട് അവസാനം അച്ഛൻ ചോദിച്ചു, നിനക്ക് ഇത്രയും പൈസ ഉണ്ടായിട്ടാണോ മോനെ നീ വീണ്ടും എന്നോട് പൈസ ചോദിച്ചത്? എനിക്ക് ആവശ്യത്തിന് പൈസ ഇല്ലായിരുന്നു അച്ഛ, ഇപ്പോൾ എനിക്കുണ്ട്. അച്ഛ, എന്റെ കയ്യിൽ ഇപ്പോൾ 200 രൂപയുണ്ട്. അച്ഛൻ എനിക്ക് വേണ്ടി 1 മണിക്കൂർ സമയം തരാമോ എന്റെ കൂടെ കളിക്കാൻ? നാളെ വീട്ടിലേക്ക് നേരത്തെ വന്നാൽ എന്റെ കൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. അത് കേട്ടതും അച്ഛന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. അയാൾക്ക് മനസ്സിലായി, അയാളുടെ ജോലി തിരക്ക് കാരണം അയാൾക്ക് മകനുമായി സമയം പങ്കിടാൻ കഴിയാറേയില്ല. അയാൾ മകനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ക്ഷമ ചോദിച്ചു. ജീവിതത്തിൽ എത്ര തിരക്ക് ഏറിയാലും നമ്മൾ കുടുംബത്തോടൊപ്പം സമയം ചെലവിടാൻ മറക്കരുത്. ആ സമയമാണ് നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് പല കാര്യങ്ങളും പഠിക്കാൻ നമ്മളെ അവസരം നൽകുന്നത്. ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഇന്നത്തെ ചോദ്യം എന്തായിരുന്നു? എവിടെയാണ് വാസ്കോഡിഗാമ വന്ന് ഇറങ്ങിയതെന്ന്? ഉത്തരം കപ്പാട്, കോഴിക്കോടിനടുത്ത് ഉള്ള ഒരു സ്ഥലമാണ്. കൂട്ടുകാർക്ക് ഇന്നത്തെ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ കഥകളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അയച്ചു തരിക. നിങ്ങൾ കാതികയിലൂടെ അത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അടുത്ത കഥ പറയും വരെ നന്ദി, നമസ്കാരം.